ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടാണ്, കോച്ചിങ്ങിന് പോകുന്നതാണോ നല്ലത് അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആണോ നല്ലത്, അല്ലെങ്കിൽ ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ, എത്ര നാൾ പോയിട്ടുണ്ട്, എൻ്റെ ഏജ് എത്രയാണ്, ഇതൊക്കെയാണ് ഒരുപാട് പേര് ചോദിച്ച ഡൗട്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം ഒരു മാസം മാത്രമേ ഒരു കോച്ചിങ്ങിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ ബാക്കി ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ഈ PSC എക്സാമൊക്കെ ആദ്യമേ എഴുതുമ്പോൾ എനിക്കൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എഴുതുന്നത് കൊണ്ട് മാത്രമാണ് ഞാനും ഈ ഒരു PSC എഴുതാൻ പോകുന്നത്, ഫ്രണ്ട്സൊക്കെ എഴുതാൻ പോകുന്നതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് എക്സാം എഴുതി ഒരു ജോലി കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് പോകുന്നു, നമുക്കറിയാവുന്ന, നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് അത് മാത്രം പഠിക്കുന്നു, ബാക്കി അറിഞ്ഞുള്ളതെല്ലാം വിടുന്നു, എന്നിട്ട് പോയി എക്സാം എഴുതുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്ന മാർക്ക് നമുക്കതിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നു. വീണ്ടും നമ്മൾ അടുത്ത എക്സാമിന് ആ സെയിം ടോപ്പിക്ക് തന്നെ വീണ്ടും പഠിച്ചിട്ട് പോകുന്നു, അതിൽ നിന്ന് മാർക്ക് കിട്ടുന്നു. എന്നാൽ കുറേ ഏരിയ നമ്മൾ മിസ്സാവുന്നു, അത് വീണ്ടും പഠിക്കാതെ തന്നെ പോകുന്നു. പിന്നെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടും എനിക്ക് ഈ ജോലി വേണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാരേജൊക്കെ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ജോലി വേണമെന്നുള്ള ഒരു ഒരു റിയാലിറ്റിയിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ മാരേജൊക്കെ കഴിഞ്ഞ് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴത്തേനും ശരിക്കും ഞാൻ ഈ നോക്കാത്ത ആ ഒരു ഏരിയാസിലോട്ടൊക്കെ പോയി അത് കുറച്ച് പഠിച്ചു തുടങ്ങി. അപ്പോഴത്തേനും മാർക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേനും ജോലി വേണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു രീതി ആയി മാറി. അതാണ് സത്യം. അപ്പോൾ ഞാൻ ആകെപ്പാടെ ഒരു ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ആകെ ഒരു മാസം എന്തോ കോച്ചിങ്ങിന് പോയിട്ടുള്ളൂ. പിന്നെ പറയാനുള്ളത് സെൽഫ് സ്റ്റഡിയെ പറ്റിയിട്ടാണ്. സെൽഫ് സ്റ്റഡി നമുക്ക് ഒരു PSC ബിഗിനർ ആയാലും ആരായാലും ഇപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം. കാരണം ഒരു കോച്ചിങ് സെൻറ്ററിലോ എവിടെയെങ്കിലും പോയിട്ട് ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുന്ന ആ ഒരു രീതിയും, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന നമ്മുടെ ഒപ്പമാണോ അവർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് പഠിക്കുന്നവരാണോ അവർ, ആ ഒരു ഓരോരോ കുട്ടികൾക്കും ഒരു ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ എക്സാം എഴുതുന്ന ആ ഒരു രീതിയും കഴിവൊക്കെ, അപ്പോൾ അവർ പഠിക്കുന്ന രീതിയൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിരുന്ന, ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്നാലേ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്നത്, നമുക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിലബസ്, അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും എങ്ങനെയാണത് പഠിക്കേണ്ടത്, അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഗൈഡ്, ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ ലെവൽ എവിടെയാണ്, നമ്മൾ ഏതൊക്കെ നോക്കിയാണ് പഠിക്കേണ്ടത്, അതൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്നത് ഇതിനൊക്കെ ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ അങ്ങനെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയതിന് ശേഷം നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തും എവിടെയും കിട്ടുന്ന ആ ഒരു രീതിയായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് സ്റ്റഡി ആദ്യൊരു കോച്ചിങ് സെൻറ്ററിൽ പോയതിനു ശേഷം, നമുക്ക് കുറച്ച് നാൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയതിനു ശേഷം നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഓൺലൈനായിട്ടും ഇഷ്ടം പോലെ കോച്ചിങ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സെൽഫ് സ്റ്റഡി വളരെ നല്ലൊരു കാര്യമാണ്. ഞാനിപ്പോൾ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത്. ഇനി പറയാനുള്ള കാര്യം KS എക്സാമിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു 60 ഡേയ്സ് ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 60 ഡേയ്സ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എക്സാം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആദ്യമൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ജൂലൈ ലാസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മിക്കവാറും ഓഗസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് 60 ഡേയ്സ് കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും നമ്മളൊരു 50 ഡേയ്സ് എങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ടെലിഗ്രാമിൽ ഒരു ഇത് തുടങ്ങിയിട്ടായിരുന്നു. പക്ഷേ ആരും റെസ്പോൺസൊക്കെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാലഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ 10 ദിവസത്തെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും റിവിഷനുള്ള ഡേയ്സാണ് ഇന്നലെയൊക്കെ കൊടുത്തിരുന്നത്, ഇന്നലെ മെനങ്ങാന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇനി KS എക്സാമിൻ്റെ കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി 10 ദിവസത്തെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി പഠിച്ചിരുന്നു. വെറും 10 ദിവസത്തെ മാത്രം. ശരിക്കും KSന് വേണ്ടി ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം ഇതിൻ്റെ വേക്കൻസി കുറവാണ്, ഇത് ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതിന് മുമ്പ് വേറൊരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ PSC ഓഫീസിൽ വിളിച്ചപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പേടിയായതുകൊണ്ട് എന്തായാലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു ഇതുകൊണ്ട് പോയതാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല KSന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു 10 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രൂപ്പിൽ. അപ്പോൾ
ആ ഒരു 10 ദിവസത്തെ ടൈം ടേബിളിൽ നിന്നുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് ഞാൻ KS എക്സാമിന് എഴുതിയത്. തീർച്ചയായിട്ടും ആ ഒരു 10 ദിവസത്തെ ടൈം ടേബിളിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് KSന് ചോദിച്ചു. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ട് പഠിച്ച ആ കാര്യങ്ങളാണ് ആ എക്സാമിന് ഞാൻ എഴുതിയത്. അപ്പോൾ എനിക്ക് പൊതുവേ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, ഞാൻ മാക്സിമം രാവിലത്തെ പേപ്പർ 1 ഞാൻ നെഗറ്റീവ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. എനിക്ക് കുറച്ച് നെഗറ്റീവേ ഉള്ളൂ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിന് പറ്റിയ അബദ്ധങ്ങളൊന്നും ഞാൻ ഇതിന് കാണിച്ചില്ല. പിന്നെ പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പർ 2ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത് മലയാളമാണ്. മലയാളം എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസോടുകൂടിയൊക്കെ എഴുതിയതാണ്. പക്ഷേ എനിക്ക് നല്ല നെഗറ്റീവ് ഉണ്ട്. എനിക്ക് ഈ ഒരു PSC എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ മാർക്ക് കൊണ്ടുപോകുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മലയാളം. എനിക്ക് ഒരുപാട് അറിയാമെന്നുള്ളൊരു അഹങ്കാരം കൊണ്ടാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ എനിക്ക് എപ്പോഴും മാർക്ക് കുറവാണ്. എനിക്ക് നല്ല മാർക്ക് കുറവാണ്. 4-5 മാർക്കൊക്കെ എനിക്ക് പലപ്പോഴും കിട്ടാറുള്ളൂ. മലയാളമാണ് എന്നെ ശരിക്കും ഒരുപാട് താഴോട്ട് മാർക്കിൽ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. അറിഞ്ഞൂടാതെ അത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് ശരിയായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം കണ്ടപ്പോൾ ഇതായിരിക്കും ഉറപ്പെന്നുള്ള രീതിയിൽ നമ്മൾ കോൺഫിഡൻസ് കയറി നെഗറ്റീവ് അടിച്ചതാണ്. വേറെ ഒന്നിലും എനിക്ക് അത്ര നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ പോലും കുഴപ്പമില്ല. ഞാൻ ഭയങ്കരമായിട്ടും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല. എങ്കിലും എനിക്ക് കട്ട് ഓഫ് ഒന്നും വരില്ല, അതൊക്കെ ഉറപ്പാണ്. എനിക്ക് മലയാളം അറിയാമെന്നുള്ള ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് ഞാൻ മലയാളമൊന്നും ഒരുപാട് പഠിക്കാറൊന്നുമില്ല. അപ്പം എന്തായാലും മലയാളം എനിക്ക് അറിയാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ എഴുതിയതാണ്. ഫുള്ള് നെഗറ്റീവായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം നെഗറ്റീവ് എനിക്ക് മലയാളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് പേപ്പർ 1 ആയിരുന്നു എനിക്ക് ഇത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഏകദേശം ഒരു 69 മാർക്ക് 2 പേപ്പറിനൂടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് മലയാളത്തിൽ നിന്ന് ഒരുപാട് കുറഞ്ഞതെനിക്ക് നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. കിട്ടിയ മാർക്കെല്ലാം പോയത് ഈ മലയാളത്തിൽ നിന്നാണ്. അത് കുഴപ്പമില്ല. എന്നാൽ പോലും കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. വളരെയധികം കോമ്പറ്റീഷൻ ആയിരിക്കും ഇനി അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാമിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു KS എക്സാം ബർത്ത്ഡേ പാർട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ 2 ദിവസം ബിസി ആയിരുന്നു. എക്സാമൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചാനലിൽ ടൈം ടേബിൾ പിന്നെ പറയാഞ്ഞത്. 2 ദിവസം നമ്മൾ റിവിഷൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. 2 ദിവസം റിവിഷനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി മുതൽ വീണ്ടും ടൈം ടേബിൾ ഇട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 10 ദിവസത്തെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ അടുത്ത 10 ദിവസത്തെ ടൈം ടേബിളാണ് നോക്കുന്നത്. അപ്പോൾ കറണ്ട് അഫെയർസ് അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 10 ദിവസത്തെ ഇത് വെച്ചിട്ട് എനിക്ക് KSന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല KSന് വേണ്ടിയിട്ടൊന്നും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.